കോട്ടൺ വിത്ത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. അതും നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺ. ഫ്രണ്ട് പോർഷനിൽ അജ്രക് പ്രിൻറ്റഡ് കോട്ടൺ ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബാക്കിൽ ജോർജറ്റുമാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. 799 ആണ് റേറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കുർത്തി, എലഗൻ്റ് ആയിട്ടുള്ള കുർത്തി. ഇതാ വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ കോട്ടൺ ഫാബ്രിക്. ബാക്ക് പോർഷൻ വന്നേക്കുന്നത് ജോർജറ്റ് ആണ്. സ്ലീവ്സും ജോർജറ്റ് വെച്ചിട്ട് താഴെ മാത്രം കോട്ടൺ ഫാബ്രിക് അറ്റാച്ച് ചെയ്തേക്കുക. നല്ല കംഫർട്ടബിൾ ഫാബ്രിക്കാണ്. 799 റേറ്റ് ഉള്ളൂ. 38 to 44 സൈസാണ് അവൈലബിൾ. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡ്. ബ്ലൂ നല്ലൊരു ബർഗൻഡി ഷെയ്ഡും കൂടി ആട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ജോർജറ്റും കൂടി ചേർന്ന് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണുള്ളൂ. 799 ആണ് റേറ്റ്. നല്ല പാറ്റേണും ബാക്ക് പോർഷൻ ഇതുപോലെ 799 റേഞ്ചിൽ ഇത്രയും ഹാൻഡ് വർക്കും കൂടി ചെയ്തിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. സ്ലീവിൽ നല്ല ഭംഗിയുള്ള സ്ലീവ്സ് വെച്ചിട്ട് എൻ പോർഷനിൽ കോട്ടൺ ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷൻ എ ലൈൻ കട്ടിംഗ് ആണ്. സിംപ്ലി നിങ്ങൾക്കൊരു ലെഗിൻസിൻ്റെ കൂടെ ആങ്കിൾ ലെങ്ത്തിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റും. നല്ല കളേഴ്സുമാണ് ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് കേട്ടോ. ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. 799 ആണ് റേറ്റ്. 38 to 44 സൈസാണ് അവൈലബിൾ. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ വിത്ത് ബാത്തിക് പ്രിൻറ്റഡ് കുർത്തിയാണ്. 899 ആണ് റേറ്റ് വരുന്നത്. ബാത്തിക് പ്രിൻറ്റഡ് ആണ്. പിന്നെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു നെറ്റ് പോലത്തെ ഒരു നെറ്റ് അല്ല, ഒരു ഹക്കോബ ഫാബ്രിക് പോലത്തെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എൻ പോർഷനിൽ അതുപോലെയാണ്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. സ്ലീവ് എൻഡിൽ അതുപോലെ തന്നെ പോയിട്ടുണ്ട്. 899 റേറ്റ്. ഫസ്റ്റ് കളർ ബ്ലൂ ആണ്. 38 to 44 സൈസാണ് അവൈലബിൾ. നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻ. നല്ല ക്ലാസി ആയിട്ടുള്ള കുർത്തി. നെക്ക് കുറച്ച് കയറിയിട്ട് വിട്ടിങ്ങനെ ഒരു പൈപ്പിങ്ങും കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നെറ്റ് ഫാബ്രിക് പോലെയാണ്. താഴെ ആ ഒരു ഫാബ്രിക് തന്നെ വന്നിരിക്കുന്നത്. 899 ആണ് റേറ്റ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ വിത്ത് ലൈനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പാറ്റേൺ. നിങ്ങൾക്ക് ഇത് വൈറ്റ് സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിലും പെയർ ചെയ്യാം. അല്ലെങ്കിൽ സെയിം കളർ റെഡ് കളർ തന്നെ ബോട്ടം ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇത് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് കാണാൻ. 899 ആണ് റേറ്റ്. സെയിം പാറ്റേൺ തന്നെ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. നല്ല പാറ്റേൺ. ബ്ലാക്ക് ബോട്ടം തന്നെ ഇട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ല. സെയിം ബോട്ടം ഇട്ടാലും നല്ലതാട്ടോ. അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് പെയർ ചെയ്യാം. 899 ആണ് റേറ്റ്. ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പാറ്റേൺ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെ. പ്യോർ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്. നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ റയോൺ ഫാബ്രിക്കാണ്. നല്ലൊരു കോട്ട് പോലെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ പോർഷനിൽ നിന്ന് ഇതുണ്ടോ ചെറിയ പ്ലീറ്റിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് പോലെയാണ്. അതിൻ്റെ പുറത്തേക്ക് ഒരു കോട്ട് പോലെ ചെയ്തേക്കുക. 899 ആണ് റേറ്റ്. നേവി ബ്ലൂ വിത്ത് ഈ ഒരു വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സെയിം നേവി ബ്ലൂ ബോട്ടം ഇടാതെ നിങ്ങൾക്കൊരു ഫ്രോക്ക് പോലെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും. ഒരു കോട്ട് ടൈപ്പ് കുർത്തി. സ്ലീവ്സ് സിമ്പിളായിട്ട് വിത്തൗട്ട് ലൈനിങ്ങാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. 899 ആണ് റേറ്റ്. നല്ലൊരു കോട്ട് പോലെ. നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് ഇന്ന പോർഷനിലൊരു ഫ്രോക്ക് പോലെ, സ്മോക്കി ഫ്രോക്ക് പോലെയാണ് ഇന്ന പോർഷൻ വന്നിരിക്കുന്നത്. ഔട്ടർ ജസ്റ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കോട്ടാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പ്. 38 to 44 സൈസാണ് അവൈലബിൾ ആയിട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റഡ് ഔട്ടർ വന്നിട്ട് ഇന്നർ പോർഷൻ വന്നിരിക്കുന്നത് സ്മോക്കി വർക്ക് ചെയ്ത് ഫ്രോക്ക് പോലെ. നല്ല രസമാണ് കേട്ടോ. 899 ആണ് റേറ്റ്. ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കോട്ട് പോലെ അങ്ങനെ ഇടാം. അല്ല ടൈ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. 38 to 44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള. നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ് ഇന്നർ വന്നേക്കുന്നത്. ഔട്ടർ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ്. ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റൈലിങ് ചെയ്യാം. അല്ല ടൈ ചെയ്യണമെങ്കിൽ ടൈ ചെയ്ത് ഇടാൻ പറ്റും. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. 899 ആണ് റേറ്റ് വരുന്നത്. 38 to 44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. സൈറ്റ് ഐ ഡി www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. നമുക്ക് 2 സ്റ്റോറാണുള്ളത്. ആലപ്പുഴയിൽ തിരുവമ്പാടിയിലും എറണാകുളത്ത് തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിലുമാണ്. അതുപോലെ നമ്മുടെ വീഡിയോസ് ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേജിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. വേറെ പേജസിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഒരുപാട് ഫേക്ക് പേജസ് നമ്മുടെ വീഡിയോസ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും പോയിട്ട് ബുക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ പേജ് ത്രൂ മാത്രം ബുക്ക് ചെയ്യുക, സൈറ്റ് ത്രൂ മാത്രം ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്ന വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.